ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദ്വാദശസ്കന്ധം 4-ാം അധ്യായം. ശ്രീ ശുക ഉവാച. അപ്പം നമ്മൾ ഇന്നലെ 1-ാം ശ്ലോകത്തിലാണ് നിർത്തിയത് അല്ലേ? അപ്പം കലിദോഷം കടക്കാനായിട്ട്, കലിദോഷം തരണം ചെയ്യാൻ ഹരിനാമ സങ്കീർത്തനം, ശ്രീകൃഷ്ണ ഭജനം തന്നെ ഉത്തമോപായം, പരമായിട്ടുള്ള ഉപായം എന്നും അത് തന്നെ കലിയുഗത്തിലെ പരമധർമ്മം, ഉത്തമധർമ്മം എന്നും രാജാവിൻ്റെ പരീക്ഷത്ത് മഹാരാജാവിൻ്റെ 2 ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ ശേഷം കൽപ്പത്തിൻ്റെ കണക്ക് അല്ലേ, അവധി, കാലാവധി, കൽപ്പത്തിൻ്റെ കാലാവധി ഭഗവാൻ ശ്രീശുകൻ 4-ാം അധ്യായത്തിൽ രാജാവിനോട് അരുളി ചെയ്യാണ്. രാജൻ, പരമാണു മുതൽ ദ്വിപരാർത്ഥം വരെ ഉള്ള കാലസ്വരൂപവും കൃതാദിയുഗങ്ങളുടെ കാലക്രമവും ഞാൻ അങ്ങക്ക് പറഞ്ഞു തന്നു. ഇനി കൽപ്പലയങ്ങളുടെ സ്വരൂപം പറയാൻ കേട്ടോളൂ. 3-ാമത്തെ സ്കന്ധത്തിൽ സകാല പരമാണുർ വൈ യോ ഭുങ്കതേ പരമാണുതാം എന്നും ചത്വാരി ത്രീണി ദ്വേ ചൈകം കൃതാദിഷു യഥാക്രമം എന്നും പറഞ്ഞ ഭാഗം ഇവിടെ സൂചിപ്പിച്ചേക്കണു. ചതുർയുഗസഹസ്രം ച ബ്രഹ്മണോ ദിനമുച്യതേ സകൽപ്പോ യത്ര മനവ ചതുർദശവിശാംപതേ. ചതുർയുഗസഹസ്രായിരം ചതുർയുഗം ബ്രഹ്മാവിൻ്റെ ദിനം, ഉച്ചതേ ദിവസം എന്ന് പറയണു. സകൽപ്പ അത് കൽപ്പാണ്. വിശാംപതേ എൻ്റെ രാജാവേ എത്ര യാതൊന്നിൽ ചതുർദശമനോ 14 മനുക്കൾ. ഇപ്പോൾ കൽപ്പങ്ങളുടെ കാലത്തിൻ്റെ അളവ് കാലമാനം പറയുകയാണേ. കൽപ്പം 2 വിധമാണ്. ദൈനംദിനെന്നും മഹാകൽപ്പെന്നും ഉള്ള 2 വിധം കൽപ്പുണ്ട്. അതിൽ ദൈനംദിന കൽപ്പം പറയുകയാണ്. കൃത, ത്രേത, ദ്വാപര, കലി, ഈ 4 യുഗങ്ങൾ ഇതിനെ ഒരുമിച്ച് ചതുർയുഗം എന്ന് പറയേ. അപ്പോൾ ഈ 4 യുഗങ്ങൾ 1000 പ്രാവശ്യം ആവർത്തിച്ചുണ്ടായി തീരുമ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു പകൽ കഴിയേ. അപ്പോൾ എത്ര മില്യൺ എർത്ത് ഇയേഴ്സാണ് അല്ലേ? ബ്രഹ്മാവെന്ന് വെച്ചാൽ ഭാഗവതം വായിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ഗാലക്സി അല്ലേ, ബ്രഹ്മാണ്ഡം തന്നെ ശരീരമാണ്, അഭിമാനിക്കണ ദേവതയാണ്. അപ്പോൾ ഒരു ഗാലക്സി തന്നെയാണ് ബ്രഹ്മാവ്. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ആ ദേവതയാണ് ബ്രഹ്മാവ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ 4 യുഗങ്ങൾ 1000 പ്രാവശ്യം ആവർത്തിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മദേവൻ്റെ ഒരു പകൽ കഴിഞ്ഞു. അതാണ് ദൈനംദിന കൽപ്പം. ആ കാലം കൊണ്ട് രാജാവേ ഭൂലോകത്തിൽ 14 മനുക്കളുടെ കാലം കഴിയും. അപ്പോൾ ഒരു മനുവിൻ്റെ കാലം ഏറെക്കുറെ 71 ചതുർയുഗാന്ന് മുമ്പ് പറഞ്ഞ് ഓർമ്മ വെച്ചോളൂ. അപ്പോൾ ഏകദേശം 1000 ദേവവർഷമാണ് അല്ലേ കലി. 2000 1200, പിന്നെ 2400 ദേവവർഷം ദ്വാപര, 3600 ത്രേത ദേവവർഷമാണ് കേട്ടോ. അപ്പോൾ ഒരു ദേവന്മാർ ഒരു ദിവസമാണ് ഭൂമിയിലൊരു വർഷം. അപ്പം നമ്മുടെ ഭൂമിയുടെ 365 ഇരട്ടിക്കാരൻ ഉത്തരായണം എന്ന് വെച്ചാൽ ദേവന്മാരുടെ പകലും അല്ല, അതെ, ദക്ഷിണായനം രാത്രിയാണല്ലോ. അപ്പോൾ ഒരു വർഷമാണ് ദേവന്മാരുടെ ഒരു ദിവസം. അപ്പം ഭൂമിയിലെ അപ്പോൾ എത്ര വലിയ കണക്കാന്ന് നമ്മൾ ആലോചിച്ചോളൂ കേട്ടോ. അപ്പോൾ തഥാം ദേ പ്രളയസ്ഥ, അതനുസരിച്ചാണ് ഈ കണക്കൊക്കെ വരിക. പ്രളയസ്ഥാവാൻ ഭ്രാഹ്മി രാത്രിരുദാഹൃത ത്രയോ ലോകാ ഇമേ തത്ര കൽപ്പന്തേ പ്രളയായ ഹി തദന്തേ. എൻ്റെ അവസാനം പ്രളയം താവാൻ അത്ര കാലം ഭ്രാഹ്മി രാത്രി, ബ്രഹ്മാവിൻ്റെ രാത്രിയാണ് ഉദാഹൃത പറയപ്പെട്ടേക്കുന്നു. തത്ര അതിൽ ഇമേ ത്രയാ ലോക, ഈ 3 ലോകങ്ങളും പ്രളയത്തിനായിക്കൊണ്ട് കൽപ്പന്തേ കാലാണ്. അപ്പം ബ്രഹ്മാവിൻ്റെ രാത്രി കഴിഞ്ഞാൽ പകൽ കഴിഞ്ഞാൽ രാത്രി തുടങ്ങും അല്ലേ? അതും 1000 ചതുർയുഗം തന്നെയാണ്. ആ കാലം പ്രളയകാലമാണ്. ഈ കാണപ്പെടുന്ന ഈ 3 ലോകങ്ങളും അപ്പോൾ നശിച്ചു പോവും, അവിടുത്തെ ജീവജാലങ്ങളൊക്കെ. ഏഷ നൈമിത്തിക പ്രോക്തത പ്രളയോ യത്ര വിശ്വസൃക് ഛേദേ അനന്താസനോ വിശ്വം ആത്മസാൽകൃത്യ ആത്മഭൂ. ഏഷ പ്രളയം നിമിത്തിക പ്രോക്തത, നൈമിത്തികം എന്ന് പറയപ്പെടുന്നു. എത്ര യാതൊന്നിൽ വിശ്വസൃക് ശ്രീനാരായണൻ വിശ്വത്തെ ആത്മസാൽകൃത്യ ആത്മാവിലടക്കിയിട്ട് അനന്താസനാശയത അനന്താസനായിട്ട് ശയിക്കും. ആത്മഭൂ ബ്രഹ്മാവും ശയത ശയിക്കുന്നു എന്ന് പറയും. അപ്പോൾ
നൈമിത്തികം, പ്രാകൃതികം, ആത്യന്തികം, നിത്യം, ഇങ്ങനെ 4 വിധ പ്രളയങ്ങളിൽ ഇപ്പോൾ പറഞ്ഞു നൈമിത്തിക പ്രളയമാണ്. ബ്രഹ്മാവിൻ്റെ രാത്രി നിമിത്തമാണല്ലോ ആ പ്രളയം ഉണ്ടായേ. അപ്പോൾ അതുകൊണ്ട് അതിന് നൈമിത്തികം എന്ന് പേരുണ്ടായി. ഇത് ഈ സമയത്ത് ഈ പ്രളയത്തിൽ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ, ശ്രീനാരായണൻ 3 ലോകങ്ങളെ അടക്കി ഭഗവാന്റെ ഉള്ളിലടക്കിയിട്ട് ആ ശേഷനാവണ ശയ്യയിൽ കിടക്കും. ബ്രഹ്മാവും ശയിക്കും ഭഗവാനിൽ ലയിച്ച് കിടക്കുന്നതാണ്. ഭാഗവത്തിൽ എവിടെയോ വായിച്ച ഓർമ്മയുണ്ട്. ശ്രീനാരായണനെയും ബ്രഹ്മാവിനെയും അഭേദമായിട്ട് കൽപ്പിച്ചിട്ട് ഭഗവാനിൽ തന്നെ മഹാവിഷ്ണുവിൽ ലയിച്ച് കിടക്കും ബ്രഹ്മദേവൻ എന്നാണ് വിഷ്ണുവിൽ വായിച്ചത്. അനന്താസനസ്ഥിതനായിട്ട് ശയിക്കണമെന്നും ധരിക്കുന്നതിന് വിരോധമില്ല. അപ്പോൾ ബ്രഹ്മദേവൻ ഭഗവാനിൽ ലയിച്ചാണ് ഉറങ്ങുക മഹാവിഷ്ണുവിൽ എന്നാണ് ശ്രീധരാചാര്യം അഭിപ്രായപ്പെട്ടേക്കുന്നത്. ദ്വിപരാർദ്ധേ ത്വതിക്രാന്തേ ബ്രഹ്മണ പരമേഷ്ഠിന തഥാ പ്രകൃതയാ സപ്പദ കൽപ്പന്തേ പ്രളയായ വൈ പരമേഷ്ഠിന. പരമോത്കൃഷ്ടസ്ഥാനത്ത് വസിക്കുന്ന ബ്രഹ്മാവിൻ്റെ ദ്വിപരാർദ്ധം അതിക്രമിക്കുമ്പോൾ സപ്പദ പ്രകൃതയാ, പ്രകൃതികൾ 7 പ്രളയായ കൽപ്പന്തേ വൈ, പ്രളയത്തിനെ ആയിക്കൊണ്ട് കൽപ്പിക്കുന്നു. അപ്പോൾ മഹാകൽപ്പത്തെയും കൽപ്പത്തെയും പറയുകയാണ്. മേൽപ്പറഞ്ഞ പ്രകാരം പരമ ഉത്കൃഷ്ടസ്ഥാനായിട്ടുള്ള സത്യലോകത്ത് വസിക്കുന്ന ബ്രഹ്മാവിൻ്റെ പരമായുസാണ് ദ്വിപരാർദ്ധം അല്ലേ. ഇപ്പോൾ ആലോചിച്ചോളൂ. അപ്പോൾ 1000 ചതുർയുഗമാണ് ബ്രഹ്മാവിൻ്റെ പകൽ, 1000 ചതുർയുഗം ബ്രഹ്മാവിൻ്റെ രാത്രി. വലിയ കണക്കാണ്, ബില്യൺസ് ഓഫ് എർത്ത് ഇയേഴ്സാണ് അത് അല്ലേ. അപ്പോൾ അത് നടന്ന് ബ്രഹ്മാവിന് 100 വയസ്സ്. 100 വയസ്സ് കഴിയുമ്പോഴാണ് ദ്വിപരാർദ്ധം കഴിയണത്, പരമായുസ് ബ്രഹ്മാവിൻ്റെ. അതാണ് മഹാകൽപ്പം. അതിൻ്റെ അവസാനമാണ് പ്രാകൃതിക പ്രളയം. അപ്പോൾ എല്ലാം നശിക്കും. ഇപ്പോൾ നൈമിത്തിക പ്രളയത്തിൽ ജീവജാലങ്ങളൊക്കെ ഇല്ലാണ്ടാവുള്ളൂ. മഹാപ്രളയത്തിൽ എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഇപ്പോൾ ഭൂമിയിലെ ജീവജാലങ്ങളൊന്നും ഇല്ലാണ്ടാവും. ദേവലോകത്തെയും സ്വർഗ്ഗലോകത്തെയും അസുരലോകത്തെയും എല്ലാവരും ഇല്ലാണ്ടാവും. മഹാപ്രളയത്തിന് ഈ ലോകങ്ങൾ തന്നെ ഇല്ലാണ്ടാവും. അവസാനോ തത്വങ്ങളും എല്ലാ തത്വങ്ങളിലേക്കും ഭൂതങ്ങളില്ലാണ്ടാവും, തത്വങ്ങളില്ലാണ്ടാവും, ഗുണങ്ങളില്ലാണ്ടാവും. അപ്പോൾ സർവ്വം ഇല്ലാണ്ടാവും. അപ്പോൾ 2000 ചതുർയുഗം ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം, അതിനെ 360 ദിവസം കൂടുമ്പോൾ ബ്രഹ്മാവിന്, അങ്ങനെ 360 ദിവസം കൂടുമ്പോൾ ബ്രഹ്മാവിനൊരു വയസ്സ്, അങ്ങനെ 100 വയസ്സാവണ 2 പരാർദ്ധാണ് ബ്രഹ്മായുസ്. ഏഷ പ്രാകൃതികൂരാജൻ പ്രളയോ യത്ര ലീയതേ ആണ്ഡകോശസ്തു സംഘാതു വിഘാത ഉപസാദിതേ. വിഘാതേ നാശകാരണ, ഉപസാദിതേ അടുക്കുമ്പോൾ സംഘാത കാര്യകാരണരൂപമായിട്ടുള്ള ആണ്ഡകോശ ബ്രഹ്മാണ്ഡം എത്ര ലീയതേ, യാതൊന്നും ലയിക്കോ. ഏഷ പ്രാകൃതിക പ്രളയ, ഇത് പ്രാകൃതിക പ്രളയമാണ്. ഇപ്പോൾ രാജാവെ ഈ നാശകാരണം സമീപിക്കുമ്പോഴേ പ്രകൃതി പദാർത്ഥങ്ങളുടെ സംഘാതമായിരിക്കുന്ന കാര്യകാരണ സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മാണ്ഡം ഏത് കാലത്ത് ലയിച്ചു പോവോ ആ കാലത്തിന് ബ്രഹ്മാണ്ഡം തന്നെ ഇല്ലാണ്ടാവും, ഗാലക്സിന് ഇല്ലാണ്ടാവും. ആ കാലത്തിനാണ് പ്രാകൃതിക പ്രളയം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ആയുസ് എന്ന് വെച്ചാൽ ഒരു ബ്രഹ്മാണ്ഡത്തിൻ്റെ, ഒരു ഗാലക്സിയുടെ ആയുസ്സാണ്. ഗാലക്സി ഇല്ലാണ്ടാവണം. അതിനെപ്പറ്റിയാണ് ഈ ഡീറ്റെയിൽസ്. അതെങ്ങനെയാണെന്ന് പറയുകയാണ്. പർജന്യ ശതവർഷാണി ഭൂമൗ രാജന്നവർഷതി തഥാ നിരന്യേ അന്യോന്യം ഭക്ഷമാണ ക്ഷുധാർദ്ധിത. പർജന്യമേഘം ഭൂമൗ, ഭൂമിയിൽ ശതവർഷാണി 100 കൊല്ലം, ന വർഷതി വർഷിക്കില്ല, നിരന്യേ തഥാ അന്യല്ലാണ്ട് ഇരിക്കുന്ന കാലഘട്ടത്തിൽ ക്ഷുധാർദ്ധിത വിശപ്പുകൊണ്ട് പീഡിതയായൊരു അന്യോന്യം തമ്മിൽ ഭക്ഷമാണ പിടിച്ചു തിന്നെന്ന് പറയാം. അപ്പോൾ നാശകാരണം പറയണേ, ഭൂമിയിൽ 100 വർഷം മഴയില്ലാണ്ട് ആവും, ഉള്ള സസ്യങ്ങളെല്ലാം നശിക്കും. ആഹാരപദാർത്ഥങ്ങൾ ഇല്ലാണ്ടാവുമ്പോൾ ജനങ്ങൾ പരസ്പരം പിടിച്ച് ഭക്ഷിച്ചു തുടങ്ങും. ബലവാന്മാർ ദുർബലരെ കൊന്നു ഭക്ഷിക്കും. ഈശ്വര ആ കാലത്തൊന്നും ജനിക്കില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ക്ഷയം യാസ്യന്തി ശനകൈ കാലേന ഉപദ്രുത പ്രജാ സാമുദ്രം ദൈഹികം ഭൗമം രസം സംവർത്തകു
രവീരശ്മിഭി പിബതേ ഘോരൈ സർവം നൈവ വിമുഞ്ചതി. കാലേന ഉപദ്രുത പ്രജ, കാലത്താൽ ഉപദ്രവിക്കപ്പെടുന്ന ജനങ്ങൾ ശനകൈ മെല്ലെ മെല്ലെ ക്ഷയം യാസ്യന്തി, ക്ഷയത്തെ പ്രാപിക്കും. സംവർത്തകാരവി പ്രളയകാല സൂര്യൻ ഘോരൈ രശ്മിഭി, ഉഗ്രരശ്മികളെ കൊണ്ട് സമുദ്രത്തിലുള്ളതും ദൈഹികം ദേഹത്തുള്ളതും ഭൗമം ഭൂമിയിലുള്ളതായിട്ടുള്ള സർവം രസം സർവരസത്തെയും പിബതേ പാനം ചെയ്യും. ന വിമുഞ്ചതി, അവ വിമോചിക്കില്ല. അപ്പോൾ കാലശക്തിയാൽ പീഡിക്കപ്പെടുന്ന പ്രജകൾ ക്രമത്തിൽ അങ്ങോട്ട് ക്ഷയിച്ചു തുടങ്ങും. പ്രളയത്തെ ജനിപ്പിക്കുന്ന കാലകർത്താവായിട്ടുള്ള സൂര്യഭഗവാൻ അല്ലേ, ഇപ്പോൾ കാലശക്തിയാൽ ആഹാരമില്ലാണ്ട് വന്നാൽ ജനങ്ങൾ ക്ഷീണിച്ച് പഞ്ചറാവും അല്ലേ, എല്ലും തുലിയാവും. പ്രളയത്തെ ജനിപ്പിക്കുന്ന കാലകർത്താവായിട്ടുള്ള സൂര്യഭഗവാൻ ഭഗവാന്റെ ഉഗ്രകിരണങ്ങളെ കൊണ്ട് സമുദ്രത്തിലും ഭൂമിയിലും പ്രാണികളുടെ ശരീരത്തിലുള്ള ജലാംശം രസത്തെ മുഴുവനും വലിച്ചെടുക്കും, ഗ്രസിക്കും. ഒട്ടും ഒരു ജീവജാലങ്ങൾക്കോ ഭൂമിക്കോ വിട്ടുകൊടുക്കില്ല. തഥ സംവർത്തകോ വഹ്നി സംഘർഷണമുഖുദ്ധിതാ ദഹത്യ നിലവേഗോത്ഥ ശൂന്യാൻ ഭുവി വരാനധാ. തഥാ ശേഷി അനിലവേഗോത്ഥ, കാറ്റിൻ്റെ ശക്തിയാൽ പുറപ്പെട്ടതും സംഘർഷണമുഖുദ്ധിത, അതിശേഷമുഖത്തുനിന്ന് ഉത്ഭവിച്ചതായിട്ടുള്ള സംവർത്തക വഹ്നി പ്രളയാഗ്നി ശൂന്യൻ, പ്രാണികളില്ലാത്ത ഭുവി വരാൻ പാതാളാദി ലോകങ്ങളെ ദഹിപ്പിക്കും. ഇപ്പോൾ സകലവിധ സ്ഥാവര ജംഗമങ്ങളെയും കല്ല് മണ്ണൊന്നും വേണ്ട എല്ലാ വസ്തുക്കളെയും നശിപ്പിക്കാൻ ശക്തിയുള്ള കൊടുങ്കാറ്റിൻ്റെ ശക്തിയോടുകൂടി ആദിശേഷൻ്റെ മുഖത്തുനിന്ന് ഉത്ഭവിക്കുന്ന പ്രളയാഗ്നി. അപ്പോൾ പ്രളയത്തിൻ്റെ അഗ്നി ആദിശേഷൻ്റെ മുഖത്തുനിന്നാണ് വരുന്നത്. സൂര്യഭഗവാൻ ജലാംശം മുഴുവൻ വലിച്ചെടുക്കും, അത്രയും ഭഗവാനെ കൊണ്ട് സാധിക്കുള്ളൂ. ആ ആദിശേഷൻ്റെ മുഖത്തുനിന്ന് ഉത്ഭവിക്കുന്ന പ്രളയാഗ്നി, സൂര്യഭഗവാൻ വെള്ളം മുഴുവൻ വലിച്ചെടുക്കുമ്പോൾ പ്രാണികളൊക്കെ മരിക്കും. പ്രാണികളൊന്നും ഇല്ലാതിരിക്കണമുണ്ട് ശൂന്യമായിട്ടുള്ള സകലവിധ പാതാളം അല്ലേ തുടങ്ങിയ സർവ്വ ലോകങ്ങളെയും ദഹിപ്പിക്കും. ഭൂമിയൊക്കെ ഭസ്മാവും. ഉപര്യധ അപ്പോൾ ആ ബ്രഹ്മാണ്ഡം മുഴുവനും ഗാലക്സി മുഴുവനും ഉപര്യധ സമന്താച്ച ശിഖാഭിർ വഹ്നി സൂര്യയോ ദഹ്യമാനം വിഭാത്യണ്ഡം ദഗ്ധ ഗോമയ പിണ്ഡവത്. ഉപര്യധ മുകളിലും താഴത്തും സമന്താച്ച 4 ഭാഗത്തും വഹ്നി സൂര്യയോ ശിഖാഭി, അഗ്നിയുടെയും സൂര്യൻ്റെയും ശിഖകളാൽ ദഹ്യമാനം ദഹിക്കപ്പെടുന്ന അണ്ഡം ബ്രഹ്മാണ്ഡം ദഗ്ധഗോമയ പിണ്ഡവത്, ദഹിച്ച ചാണകട്ട പോലെ വിഭാതി ശോഭിക്കും. മുകളിൽ നിന്ന് സൂര്യരശ്മി താഴയ്ക്കും. പാതാള ലോകത്തുനിന്ന് സംഘർഷണമുഖത്തുനിന്ന് ഉത്ഭവിച്ച അഗ്നിജ്വാല മുകളിലേക്കും ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുക നിമിത്തം ദഹിച്ചു പോയ അല്ലേ, മുകളിൽ നിന്ന് സൂര്യരശ്മി താഴേക്കുണ്ട്, താഴേന്ന് ഭഗവാൻ സംഘർഷണൻ പാതാളത്തിന് താഴെയാണ് മുഖത്തുനിന്ന്. അപ്പോൾ പാതാളമാണ് അവിടെ അടയാളം പറഞ്ഞേക്കണേ. മുഖത്തുനിന്ന് ഉത്ഭവിച്ച അഗ്നിജ്വാല മുകളിലേക്കും അത്യുഗ്രമായിട്ടിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുക മൂലം ബ്രഹ്മാണ്ഡം മുഴുവൻ കത്തിച്ചാമ്പലവും വെന്തു വെണ്ണീറായ ബ്രഹ്മാണ്ഡം ചാണകം. ഞങ്ങളൊക്കെ എൻ്റെയൊക്കെ ബാല്യകാലത്ത് ശിവരാത്രിക്ക് ചാണകപ്പെട്ട എന്നാണ് പറയുക, അത് കത്തിച്ച് ഭസ്മം ഉണ്ടാക്കും. അപ്പോൾ ആ ചാണകപ്പെട്ട കത്തിച്ച പോലെ ഇങ്ങനെ നല്ല രസമാണ് അത് കാണാൻ, ശോഭിക്കുന്നു പറയുക. ഗാലക്സിയെ തഥ പ്രചണ്ഡ പവനോ വർഷാണാം അധികം ശതം പര സംവർത്തകോവാധീധൂമ്രം ഘം രജസാവൃതം. തഥാ അതിനുശേഷം വർഷാണാം അധികം ശതം 100-ലധികം വർഷം പര ബലവാനും സംവർത്തക പ്രളയത്തുണ്ടായതായിട്ടുള്ള പ്രചണ്ഡ പവന അത്യുഗ്രവായു വാതി ചലിക്കും. രജസാധൂളിയാൽ ആവൃതം ഘം മൂടപ്പെട്ട ആകാശം ധൂമ്രം ഭവതി ധൂമ്രവർണ്ണമായിട്ട് ഭവിക്കും. അതിന് ശേഷം 100-ലധികം വർഷം അത്യുഗ്രവും അതിശക്തിയോടുകൂടിയ പ്രളയവായു ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും. അപ്പം എല്ലാം വെണ്ണീറായ ശേഷം പ്രളയവായു 100 വർഷത്തിലധികം ഇങ്ങനെ ആകാശത്ത് വീശിക്കൊണ്ടിരിക്കും. ആ വായു നിമിത്തം ആകാശത്ത് പൊടി വ്യാപിക്കും അല്ലേ. അങ്ങനെ ആകാശം പൊടിയുടെ ധൂമ്രവർണ്ണമായിട്ട്, ധൂളിയാൽ മൂടപ്പെട്ട ആകാശം ധൂമ്രവർണ്ണമായിട്ട് ഭവിക്കും. തതോ മേഘകുലാന്യങ്ക ചിത്രവർണ്ണാന്യനേകശ
ശതം വർഷാണി വർഷന്തി നതന്തി രഭസസ്വനൈ അംഗാഹി പൂജ്യ തഥാ നിശേഷേ ചിത്രവർണ്ണാണി ബഹുവിധ നിറങ്ങളോടുകൂടിയ മേഘകുലാനി മേഘസമൂഹങ്ങൾ അനേകമായിട്ട് ശതം വർഷാണി 100 കൊല്ലം വർഷന്തി വർഷിക്കും രഭസസ്വനൈ ഉഗ്ര ശബ്ദങ്ങളോടുകൂടി നദന്തി ഗർജിക്കും. ഇപ്പോൾ പൂജ്യനായിട്ടുള്ള രാജാവ് അതിന് ശേഷം 100 വർഷം അനേക വർണ്ണവിശേഷങ്ങളോടുകൂടിയ മേഘമാലകൾ എത്രയോ അധികം ആകാശത്ത് വ്യാപിച്ച് ഗംഭീര ഗർജനത്തോടെ മഴ പെയ്യും. 100 അതിന് ശേഷം ആദ്യം ബ്രഹ്മാണ്ഡം കത്തിച്ചാമ്പലായി, പിന്നെ മേഘം വന്ന ആകാശത്ത് പൊടി പടലം കൊണ്ട് നിറയും. പിന്നെ 100 വർഷം അനേക വർണ്ണങ്ങളോടുകൂടിയ മേഘമാലകൾ വളരെയധികം ആകാശത്ത് വ്യാപിച്ച് ഗംഭീര ഗർജനത്തോടെ അങ്ങോട്ട് മഴ പെയ്യും. തഥേകോദകം വിശ്വം ബ്രഹ്മാണ്ഡ വിവരാന്തരം തതോ ഭൂമിർഗന്ധഗുണം ഗ്രസന്ധ്യാപ ഉദപ്ലവേ. തഥാതിനു ശേഷം ബ്രഹ്മാണ്ഡ വിവരാന്തരം ബ്രഹ്മാണ്ഡത്തിലുള്ള അടങ്ങിയിരിക്കുന്ന വിശ്വം ലോകം ഏകോദകം ഏകായ ജലത്തോടു കൂടിയിരിക്കും. തഥാ ഇപ്പോൾ ഉദപ്ലവേ ഉദകത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ഭൂമിയുടെ ഗന്ധഗുണം വാസന ഗുണത്തെ ആപ ഗ്രസന്തി ജലം ഗ്രസിക്കപ്പോൾ ഈ വെള്ളം ഇവിടെ ഭൂമിയിൽ മാത്രമല്ല കേട്ടോ, ഈ ഗാലക്സിയിൽ മുഴുവനുണ്ട്. അത് തന്നെയാണ് ഇതൊന്ന് മനസ്സിലാക്കണേ. അതിന് ശേഷം ബ്രഹ്മാണ്ഡത്തിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ലോകം മുഴുവനും, ഗാലക്സിയുടെ ഉള്ളിലിരിക്കുന്ന ലോകം മുഴുവൻ വെന്ത് വെണ്ണീറായി ചാമ്പലായി കത്തിയ ചാണകട്ട പോലെ ഇരിക്കണേ. അത് ആകാശത്ത് മുഴുവൻ പൊടി പടലം കാറ്റ് വീശി ഇങ്ങനെ കിടക്കണു. അത് ആ ലോകം മുഴുവനും വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി കിടക്കും. വെള്ളം വന്നങ്ങോട്ട് നിറയും ബ്രഹ്മാണ്ഡത്തിൻ്റെ ഉള്ളിൽ. ജലമല്ലാതെ അന്യ വസ്തുക്കൾ കാണില്ല. അപ്പോൾ ജലത്തിൽ മുങ്ങിക്കിടക്കുന്ന ഭൂമിയുടെ സൂക്ഷ്മസ്വരൂപമായിട്ടുള്ള ഗന്ധം എന്നുള്ള ഗുണത്തെ വെള്ളം അങ്ങോട്ട് വലിച്ചെടുക്കും, ആകർഷിക്കും. ഗ്രസ്തഗന്ധാതു പൃഥിവീ പ്രളയത്വായ കൽപ്പതി അഭാമ്രസമധൂ തേജസ്താലീയന്തേധ നീരസാ. ഗ്രസ്തഗ്രന്ഥ ഗന്ധത്തോടു കൂടിയ പൃഥിവി ഭൂമി പ്രളയത്വായ കൽപ്പതി പ്രളയത്തിനായിക്കൊണ്ട് ഭവിക്കും. അപാം രസം ജലരസത്തെ അധത്തേജ ഗ്രസതി അനന്തരം തേജസ് ഗ്രഹിക്കും. നീരസാതാ രസഹീനായിട്ടുള്ള ജലം ലീയന്തേ ലയിക്കും. അപ്പോൾ ഭൂമിയുടെ സൂക്ഷ്മാംശമായിട്ടുള്ള ഗന്ധം നശിക്കും, വെള്ളം വലിച്ചെടുക്കേ. അപ്പോൾ ഭൂമി ജലത്തിൽ ലയിച്ചു. ശരിയാണല്ലോ. ജലത്തിൻ്റെ സൂക്ഷ്മാംശമായിട്ടുള്ള രസത്തെ അഗ്നി ഗ്രസിക്കും. അപ്പോൾ രസഹീനായിട്ടുള്ള ജലം അഗ്നിയിൽ ലയിച്ചുവും. ഗ്രസതേ തേജസ്വരൂപം. ഇങ്ങനെയാണ് ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങൾ തിരിച്ച് ലയിച്ച് പോണത്. ഗ്രസതേ തേജസ്വരൂപം വായു തത് രഹിതം തഥാ ലീയതേ അനിലേ തേജോ വായൂഹം ഗ്രസതേ ഗുണം തേജസ്സാ രൂപം. തേജസ്സിൻ്റെ രൂപത്തെ വായു ഗ്രസതേ വായു ഗ്രസിക്കും. തത് രഹിതം തേജ രൂപരഹിതമായിട്ടുള്ള തേജസ് അനിലേ വായുവിൽ ലീയതേ ലയിക്കും. വായു ഗുണം വായുവിൻ്റെ ഗുണത്തെ ഘം ഗ്രസതേ ആകാശം ഗ്രസിക്കും. ഇപ്പോൾ തേജസ്സിൻ്റെ സൂക്ഷ്മാംശമായിട്ടുള്ള രൂപത്തെ വായു ഗ്രസിക്കും. രൂപരഹിതമായിട്ടുള്ള തേജസ് അപ്പോൾ വായുവിൽ, ഇപ്പോൾ തേജസ്സിൻ്റെ അഗ്നിയുടെ രൂപത്തെ വായു ഗ്രസിക്കും. അപ്പോൾ വായുവിൽ അഗ്നി ലയിച്ചുവും തേജസ് അപ്പോൾ വായുവിൽ ലയിക്കും. വായുവിൻ്റെ ഗുണമായിട്ടുള്ള സ്പർശത്തെ ആകാശം ഗ്രസിക്കും. വായുവിനെ ആകാശം ലയിപ്പിച്ചെടുക്കും, തന്നിൽ അടുവലിച്ചെടുക്കും. അർത്ഥം സവൈ വിശതി ഖം രാജം തതശ്ച നഭസോ ഗുണം ശബ്ദം ഗ്രസതി ഭൂതാതിർ നഭസ്തമനുലീയതേ തേ തൈജസ ഇന്ദ്രിയാണ്യംഗദേവാനുവൈകാരികോ ഗുണൈ. രാജാവേ സഭൈ അതാവട്ടെ ഖം വിശതി ആകാശത്തെ പ്രാപിക്കും. തഥാ നഭസാ ഗുണം ശബ്ദം അനന്തര ആകാശത്തിൻ്റെ ഗുണമായിട്ടുള്ള ശബ്ദത്തെ ഭൂതാദി താമസാഹങ്കാരം രസതി ഗ്രസിക്കും. തം അതിനനുസരിച്ച് നഭ ലീയതേ ആകാശം ലയിക്കും. തൈജസ രാജസാഹങ്കാരം ഗുണൈ സഹ ഗുണങ്ങളോടുകൂടി ഇന്ദ്രിയങ്ങളെ ഗ്രസതേ ഗ്രസിക്കും. വൈകാരിക സാത്വികാഹങ്കാരം ദേവാൻ ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളെ ഗ്രസതേ ഗ്രസിക്കുന്നു പറയാം. രാജാവെ സ്പർശരഹിതമായിട്ടുള്ള വായു ആകാശത്തിൽ ലയിക്കും. അതിൽ പിന്നെ ആകാശത്തിൻ്റെ ഗുണമായിട്ടുള്ള ശബ്ദത്തെ ഭൂതങ്ങളുടെയൊക്കെ ഉൽപ്പത്തി സ്ഥാനമായിട്ടുള്ള താമസാഹങ്കാരം ഗ്രസിക്കും.
ശബ്ദ ഗുണരഹിതമായിട്ടുള്ള ആകാശം അതോടുകൂടി താമസാഹങ്കാരത്തിൽ ലയിക്കും. പിന്നെ ശ്രോത്രാദികളെ ഇന്ദ്രിയങ്ങളെയും അവയുടെ വൃത്തികളെയും രാജസാഹങ്കാരം. അപ്പോൾ ശബ്ദമില്ലാത്ത വായു ആകാശത്തിൽ ലയിക്കും അല്ലേ. സ്പർശരഹിതമായിട്ടുള്ള ആകാശം വലിച്ചെടുക്കും അല്ലേ. സ്പർശം വായുവിൻ്റെ ഒരു ഗുണമായിട്ടുള്ള സ്പർശത്തെ. അപ്പോൾ വായു ആകാശത്തിൽ ലയിക്കും. ആകാശത്തിൻ്റെ ഗുണമായിട്ടുള്ള ശബ്ദം ഭൂതങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനമായിട്ടുള്ള താമസാഹങ്കാരത്തിൽ താമസാഹങ്കാരം വന്ന് ശബ്ദത്തെ പിടിച്ചെടുക്കും. അപ്പോൾ താമസാഹങ്കാരത്തിൽ ആകാശം ലയിച്ചു. ശബ്ദഗുണരഹിതമായിട്ടുള്ള ആകാശം അതോടുകൂടി താമസാഹങ്കാരത്തിൽ ലയിക്കും. പിന്നെ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളുണ്ടല്ലോ. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ വൃത്തികളെയും രാജസാഹങ്കാരം പിടിച്ചെടുക്കും, ഗ്രഹിക്കും. ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളെ സാത്വിക അഹങ്കാരവും ഗ്രഹിച്ചുകൊണ്ടു. മഹാൻ ഗ്രഹസത്യഹങ്കാരം ഗുണാ സത്വാദയശ്ചതം ഗ്രസതേ വ്യാകൃതം രാജൻ ഗുണാൻ കാലേന ചൂതിതം. അഹങ്കാരത്തെ മഹാൻ മഹത്വത്വം ഗ്രസിക്കും. തം അതിന് സത്വാദികളായിട്ടുള്ള ഗുണങ്ങൾ ഗ്രസിക്കും. കാലത്താൽ ചൂതിതം പ്രേരിക്കപ്പെട്ട അവ്യാകൃതം പ്രധാനം ഗുണാൻ ഗ്രസതേ ഗുണങ്ങളെ ഗ്രസിക്കും. അപ്പോൾ താമസ രാജസ സാത്വികങ്ങളായിട്ടുള്ള 3 വിധ അഹങ്കാരങ്ങളെയും മഹത്തത്വം പിടിച്ചെടുക്കും, ഗ്രസിക്കും. മഹത്തത്വത്തെ സത്വാദികളായിട്ടുള്ള ഗുണങ്ങൾ ഗ്രസിക്കും. അപ്പോൾ ഗുണങ്ങളെ കാലത്താൽ പ്രേരിക്കപ്പെടുന്ന അവ്യാകൃതം അല്ലേ. അപ്പോൾ മഹത്തത്വത്തെ ഗുണങ്ങൾ വലിച്ചെടുക്കും, ഗുണങ്ങളെ അവ്യാകൃതം അല്ലെങ്കിൽ പ്രധാനം. അതാണ് ശരിക്ക് മൂലപ്രകൃതി, പാതിപരാശക്തി, ബ്രഹ്മം എന്നൊക്കെ പറയണ പ്രധാനം തന്നെയാണ്. രസിക്കും. നതസ്യ കാല അവയവൈ. അപ്പോൾ നമ്മളിന്ന് അതോടുകൂടി നിർത്താം. 17-ാം ശ്ലോകത്തിൽ നാളെ 18 തുടങ്ങും. ശ്രീഹരി നമ ശ്രീഹരി നമ ശ്രീഹരി നമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ. ഗോപികാ ചരണസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ.